നമസ്കാരം. രാജ്യതലസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഒരുങ്ങുകയാണ്. 70 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. ചൂട് പിടിച്ച പരസ്യ പ്രചാരണങ്ങൾക്കൊടുവിൽ അവസാന വോട്ടും ഉറപ്പാക്കാനുള്ള ഓട്ടത്തിലാണ് പാർട്ടികളും സ്ഥാനാർത്ഥികളും. എന്തായാലും കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ഇക്കുറി രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിക്കുക. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഡൽഹിയിൽ വൻ വിജയം നേടാനുറച്ചാണ് BJP രംഗത്തുള്ളത്. എന്നാൽ ഭരണം നിലനിർത്താനാണ് ആം ആദ്മി പാർട്ടിയുടെ ശ്രമവും. അതേസമയം പേരിനെങ്കിലും കോൺഗ്രസ് മത്സരത്തിനുണ്ട്. മദ്യനയ അഴിമതി മുതൽ കുടിവെള്ളത്തിൽ വിഷം വരെ നിറഞ്ഞു നിന്ന ആരോപണങ്ങളടക്കം ഉയർന്നതായിരുന്നു ദില്ലിയിലെ തിരഞ്ഞെടുപ്പ് പോര്. ആം ആദ്മി പാർട്ടിക്കും BJPക്കുമൊപ്പം കോൺഗ്രസും കളത്തിലിറങ്ങിയ ഒരു മാസത്തെ പ്രചാരണമാണ് ഇന്നലെ അവസാനിച്ചത്. നിശബ്ദ പ്രചാരണം തുടരുമ്പോഴും BJPക്കും അരവിന്ദ് കെജ്രിവാളിനുമിടയിൽ കടുത്ത മത്സരമാണ് ദൃശ്യമാകുന്നത്. മദ്യനയ അഴിമതി കേസും അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് കോടികൾ ചിലവാക്കിയതുമാണ് പ്രചാരണത്തിന്റെ തുടക്കത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വെല്ലുവിളിയായത്. കൂടാതെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി 8 MLAമാർ പാർട്ടി വിട്ട് BJPയിലേക്ക് ചേക്കേറിയതും ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. അതേസമയം ശക്തമായ പ്രചാരണം നടത്താൻ BJPക്കായി എന്നതാണ് ശ്രദ്ധേയം. 12 ലക്ഷം വരെ വരുമാനമുള്ളവർ ആദായ നികുതി നൽകേണ്ടതില്ലെന്ന ബജറ്റ് പ്രഖ്യാപനത്തിൽ BJP പരസ്യങ്ങൾ തുടർന്നു. ദളിത് വോട്ടുകൾ ലക്ഷ്യമിട്ട് ദില്ലിയിലെ തൽക്കാരത്തോറ സ്റ്റേഡിയത്തിന്റെ പേര് വാൽമീകി സ്റ്റേഡിയം ആക്കുമെന്ന് പ്രഖ്യാപിച്ച BJP വിജയ പ്രതീക്ഷയാണ് പ്രകടിപ്പിക്കുന്നത്. അതേസമയം ആദ്യം പ്രചാരണത്തിൽ ഇളക്കമുണ്ടാക്കിയ കോൺഗ്രസ് അവസാന നാളുകളിൽ പ്രചാരണത്തിൽ പിന്നോട്ട് പോയി എന്ന് തന്നെ പറയാം. നിലവിൽ ദില്ലി തിരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ദില്ലിയിൽ ഇക്കുറി വോട്ടെടുപ്പിന് സ്വാധീനിക്കാൻ സാധ്യതയുള്ള 5 പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് മധ്യവർഗമാണ്. ഡൽഹിയിലെ 67% കുടുംബങ്ങളും മധ്യവർഗത്തിൽപ്പെട്ട ആളുകളാണ്. അതിനാൽ ഈ വിഭാഗത്തെ അവഗണിച്ചുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് സാധ്യമല്ല. എന്നാൽ ഇത്തവണ ബജറ്റിൽ നികുതി ഇളവടക്കം നല്ല പ്രഖ്യാപനങ്ങൾ അവർക്കായി BJP നടത്തിയിട്ടുണ്ട്. മാത്രമല്ല AAP നേതാക്കൾക്കെതിരായി നിരന്തരം ഉയരുന്ന അഴിമതി ആരോപണങ്ങളും മധ്യവർഗത്തെ സ്വാധീനിക്കും. രണ്ടാമത്തേത് മുസ്ലിങ്ങളും ദളിതരും. ഡൽഹിയിലെ ജനസംഖ്യയുടെ 12.68% മുസ്ലിങ്ങളാണെങ്കിൽ ദളിതർ 16.92%. അവരുടെ വോട്ടുകളും തിരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി AAPക്ക് അനുകൂലമായിട്ടാണ് ദളിത് വോട്ടുകൾ ഏറിയ പങ്കും പെട്ടിയിൽ വീഴുന്നത്. എന്നാൽ ഇത്തവണ അതിനെ വിഭജിക്കാൻ BJP ആവുന്ന ശ്രമങ്ങൾ നടത്തിയിട്ടുമുണ്ട്. അത് എത്ര കണ്ട് വിജയിക്കുന്നു എന്നതാണ് ഇവിടെ പ്രധാനം. മൂന്നാമത്തേത് സൗജന്യ വാഗ്ദാനങ്ങൾ. AAPയും BJPയും വോട്ടർമാരെ ആകർഷിക്കാനുള്ള വാഗ്ദാനങ്ങളുമായി ഇത്തവണയും രംഗത്ത് വന്നിരുന്നു. സൗജന്യ വൈദ്യുതി, വെള്ളം, പണം കൈമാറ്റം എന്നിവ ഉൾപ്പെടെയാണ് AAP ലക്ഷ്യമിട്ടത്. എന്നാൽ BJP ആവട്ടെ ഒരു പടി കൂടി കടന്ന് ഇത്തരം വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ പറയുകയും ബജറ്റിലൂടെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നാലാമത്തേത് സ്ത്രീകൾ. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 48% സ്ത്രീകളാണ്. അവരുടെ തിരഞ്ഞെടുപ്പ് സ്വാധീനം കൂടുതൽ പ്രകടമായി കൊണ്ടിരിക്കുന്ന സമയവുമാണ് ഇത്. ദേശീയ തലസ്ഥാനത്ത് 71.7 ലക്ഷത്തിലധികം സ്ത്രീ വോട്ടർമാരുമുണ്ട്. ഇവരെ ഒരു കാരണവശാലും അതിനാൽ തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്താൻ സാധിക്കില്ല. അതിനാൽ BJPയും AAPയും ഒരുപോലെ ധനസഹായങ്ങളാണ് സ്ത്രീകൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തേത് തിരഞ്ഞെടുപ്പിലെ മുഖം. AAPയുടെ മുഖമായി അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് ഇക്കുറിയും മത്സര രംഗത്തുള്ളത്. അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തുക എന്ന് നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മറുവശത്ത് BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ നരേന്ദ്രമോദിയെ ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം കൊഴുപ്പിച്ചത്. എന്തായാലും ഇത്തവണ ഡൽഹിയുടെ ഭാവി എന്തെന്നറിയാൻ കാത്തിരുന്നു തന്നെ കാണണം.